ഉണരുന്നു 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 നവകേരളം ഉയിർ കൊടുത്തുയരും പുതുകേരളം. മഴുവല്ല മനമൊന്നെറിഞ്ഞു നമ്മൾ നവകേരളത്തിൻ പിറവിയേകാൻ. അതു വജ്രമൂർച്ചയാൽ അവതരിക്കേ അതിർമതിൽ കെട്ടുകൾ കടലെടുക്കും. ഒരുമിച്ചു നിന്നും ഒരുമിച്ചു പാടിയും ഒരു യുവയുഗമിതാ പൂവിടുന്നു. പ്രളയപ്രവാഹത്തിൽ ചിറകടിച്ചുയരും പ്രാണന്റെ മൈനാകമിനിയും. കൈകോർത്തു കൺപാർത്തു നിന്ന നമ്മൾ കാരിരുമ്പിൽ തീർത്ത കരുത്തിലൂടെ നമ്മൾ പടയ്ക്കുന്നു പുതുകേരളം. പൂത്തതമ്മതൻ പടയണിയാകും. ഒരുമിച്ചു നിന്നും ഒരുമിച്ചു പാടിയും ഒരു യുവയുഗമിതാ പൂവിടുന്നു. ബാലുശ്ശേരിയുടെ ഒരു വലിയ സ്വപ്നമാണ് ഇവിടെ യാഥാർത്ഥ്യമായത്. മണ്ഡലത്തിൽ ഒരു ഗവൺമെൻറ് കോളേജ്. ഡോക്ടർ BR അംബേദ്കറുടെ നാമധേയത്തിലുള്ള കേരളത്തിലെ ആദ്യത്തെ ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൻ്റെ പുതിയ കെട്ടിടം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചു കഴിഞ്ഞു. കിനാലൂരിലെ KSIDCയോട് ചേർന്നുള്ള 5 ഏക്കർ സ്ഥലത്താണ് മനോഹരമായ ഈ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. ശ്രീ പുരുഷൻ കടലുണ്ടി MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 4.2 കോടിയും വിദ്യാഭ്യാസ വകുപ്പിൻ്റെ 1.5 കോടിയും ചെലവഴിച്ചാണ് ഒന്നാം ഘട്ട പ്രവൃത്തി പൂർത്തീകരിച്ചിരിക്കുന്നത്. MLAയുടെ നിർദ്ദേശപ്രകാരം പൊതുമരാമത്ത് ഡിസൈൻ വിഭാഗം തയ്യാറാക്കിയ അതിമനോഹരമായ കോളേജ് കെട്ടിടത്തിൻ്റെ പ്രവൃത്തി പൂർത്തീകരിക്കുന്നതിനായി 10 കോടി രൂപ സർക്കാർ അനുവദിച്ചു കഴിഞ്ഞു. ലൈബ്രറി, ഹോസ്റ്റൽ തുടങ്ങി എല്ലാ സൗകര്യങ്ങളും ഈ കെട്ടിടത്തിൽ ഉണ്ടാവും. ഇന്ത്യാ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത വിദ്യാഭ്യാസ വിപ്ലവം. പൊതുവിദ്യാലയങ്ങളുടെ സംരക്ഷണത്തിനായി 2000 കോടി രൂപയാണ് വിവിധ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കായി സർക്കാർ അനുവദിച്ചിട്ടുള്ളത്. പൊതുവിദ്യാലയങ്ങൾ മെച്ചപ്പെടുത്തിയാൽ മാത്രമേ പാവപ്പെട്ടവനും പണക്കാരനും ജാതിയോ മതമോ നോക്കാതെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസം നൽകാൻ കഴിയുകയുള്ളൂ എന്ന സർക്കാരിൻ്റെ തിരിച്ചറിവാണ് കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ നിക്ഷേപം സർക്കാർ വിദ്യാഭ്യാസ മേഖലയിൽ നടത്താൻ തീരുമാനിച്ചത്. 45,000 ക്ലാസ് മുറികൾ സംസ്ഥാനത്ത് ആകെ ഹൈടെക്കായി മാറിയപ്പോൾ ബാലുശ്ശേരി മണ്ഡലത്തിൽ 14 ഹയർ സെക്കൻഡറി സ്കൂളുകളിലായി 371 ക്ലാസ് മുറികൾ ഹൈടെക്കായി മാറി. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 48 സ്കൂളുകളിലായി 64 സ്മാർട്ട് ക്ലാസ് റൂമുകളും അനുവദിച്ചു. MLAയുടെ എൻ്റെ സ്കൂൾ പദ്ധതിയുടെ ഏറ്റവും മികച്ച പ്രവർത്തനത്തിനുള്ള അംഗീകാരമായാണ് 48 കോടി രൂപയുടെ സർക്കാർ സഹായം ബാലുശ്ശേരി മണ്ഡലത്തിൽ ലഭിക്കുന്നത്. നടുവണ്ണൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് കിഫ്ബിയിലൂടെ 5 കോടിയാണ് സർക്കാർ സഹായം ലഭിക്കുന്നത്. ജില്ലാ പഞ്ചായത്തിൻ്റെ 75 ലക്ഷം രൂപയുടെ പ്രവൃത്തിയും ആരംഭിച്ചു കഴിഞ്ഞു. മണ്ഡലത്തിലെ 6 സ്കൂളുകൾക്ക് മികവിൻ്റെ കേന്ദ്രമാക്കാൻ 3 കോടി രൂപ വീതം സർക്കാർ അനുവദിച്ചു കഴിഞ്ഞു. കോക്കല്ലൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ മികവിൻ്റെ കേന്ദ്രമാകുന്നു. പൂനൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ മികവിൻ്റെ കേന്ദ്രമാവുകയാണ്.
ബാലുശ്ശേരി ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളും മികവിൻ്റെ കേന്ദ്രമാകുന്നു. അത്തോളി ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളും മികവിൻ്റെ കേന്ദ്രമാകുന്നു. അവിടനല്ലൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളും ഇനി മികവിൻ്റെ കേന്ദ്രം. മണ്ഡലത്തിലെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന ഗവൺമെൻറ് UP സ്കൂളായ പൂനൂർ ഗവൺമെൻറ് മാപ്പിള UP സ്കൂളിന് ഭൗതിക സൗകര്യം മെച്ചപ്പെടുത്താൻ 3 കോടി രൂപ സർക്കാർ അനുവദിച്ചു കഴിഞ്ഞു. ഭൗതിക സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനായി മണ്ഡലത്തിലെ 7 സ്കൂളുകൾക്ക് 1 കോടി രൂപ വീതം സർക്കാർ അനുവദിച്ചു. വേളൂർ GMUP സ്കൂൾ അത്തോളി, കായണ്ണ GUP സ്കൂൾ, തൃക്കുറ്റിശ്ശേരി GUP സ്കൂൾ, ബാലുശ്ശേരി ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ, കായണ്ണ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ, ശിവപുരം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ, ഗവൺമെൻറ് UP സ്കൂൾ ഉണ്ണികുളം എന്നീ സ്കൂളുകൾക്കാണ് 1 കോടി രൂപ വീതം സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. മണ്ഡലത്തിലെ വിവിധ സ്കൂളുകളുടെ ഭൗതിക സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനായി 5 കോടിയിലധികം രൂപ MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും ചെലവഴിച്ചു കഴിഞ്ഞു. കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ UP സ്കൂളായി തൃക്കുറ്റിശ്ശേരി ഗവൺമെൻറ് UP സ്കൂളിനെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ C. രവീന്ദ്രനാഥ് പ്രഖ്യാപിച്ചു. MLA അനുവദിച്ച 25 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഈ നേട്ടം കൈവരിച്ചത്. ജലനിധിയുടെ സഹായത്തോടെ നടുവണ്ണൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിച്ച ആദ്യത്തെ ടോയ്ലറ്റ് കോംപ്ലക്സ് ബഹുമാനപ്പെട്ട മുൻ ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ മാത്യു T. തോമസ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലത്തിലെ വിവിധ സ്കൂളുകളിൽ വിദ്യാർത്ഥികളുടെ യാത്രാ പ്രശ്നം പരിഹരിക്കുന്നതിനായി MLA സ്കൂൾ ബസ്സുകൾ അനുവദിക്കുകയുണ്ടായി. ബാലുശ്ശേരി ഗേൾസ്, കായണ്ണ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ, ഒള്ളൂർ GUP സ്കൂൾ, കായണ്ണ GUP സ്കൂൾ, കന്നൂർ GUP സ്കൂൾ എന്നിവ അവയിൽ ചിലത് മാത്രം. ബാലുശ്ശേരി മണ്ഡലത്തിലെ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ 600ഓളം വിദ്യാർത്ഥികളെ പ്രത്യേകം ഉപഹാരം നൽകി അനുമോദിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട തൊഴിൽ എക്സൈസ് വകുപ്പ് മന്ത്രി ശ്രീ TP രാമകൃഷ്ണൻ നിർവഹിച്ചു. സർക്കാരിൻ്റെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞവും ബാലുശ്ശേരി മണ്ഡലത്തിലെ എൻ്റെ സ്കൂൾ പദ്ധതിയും ഒരുമിച്ച് ചേർന്നപ്പോൾ പൊതുവിദ്യാലയങ്ങളുടെ സുവർണ കാലഘട്ടമായി മാറി. മണ്ഡലത്തിലെ ഏക സഹകരണ എഞ്ചിനീയറിംഗ് കോളേജായ M. ദാസൻ മെമ്മോറിയൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി MDITൻ്റെ ക്യാമ്പസ് ഉദ്ഘാടനത്തിന് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ എത്തുകയുണ്ടായി. നഷ്ടത്തിൻ്റെ കണക്കുകൾ മാത്രം പറയാനുണ്ടായിരുന്ന കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വീണ്ടും ലാഭത്തിലേക്ക്. ബാലുശ്ശേരി മണ്ഡലത്തിലെ കിനാലൂർ വ്യവസായ മണ്ഡലത്തിൽ 11 പുതിയ വ്യവസായങ്ങൾ ആരംഭിച്ചു. KSIDC പുതിയ വ്യവസായ സംരംഭകർക്ക് വലിയ പിന്തുണയാണ് നൽകിയിരുന്നത്. കിനാലൂരിലേക്കുള്ള ആ 4 വരിപ്പാത യാഥാർത്ഥ്യമാകേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. മലബാറിൻ്റെ വ്യവസായ രംഗത്ത് ഇതൊരു പുതിയ അധ്യായം എഴുതിച്ചേർക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 80 ലക്ഷം രൂപ ചെലവഴിച്ച് കിനാലൂരിൽ നിർമ്മിക്കുന്ന വനിതാ വ്യവസായ കേന്ദ്രം പനങ്ങാട് പഞ്ചായത്തിലെ വനിതാ സംരംഭകർക്ക് ഏറെ പ്രതീക്ഷ നൽകുന്നതാണ്. മന്നങ്കാവിൽ പ്രവർത്തിച്ചു വരുന്ന കാലിക്കറ്റ് ഇൻ്റഗ്രേറ്റഡ് പവർലൂം കോഓപ്പറേറ്റീവ് സൊസൈറ്റി അഥവാ സിപ്കോ വസ്ത്രനിർമ്മാണ രംഗത്ത് നവീകരണത്തിൻ്റെ പാതയിലാണ്. സമഗ്രമായ മാറ്റമാണ് ആരോഗ്യരംഗത്ത് ഈ സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജ് വരെ മികച്ച ചികിത്സ ലഭ്യമാക്കുന്നതിനുള്ള ആർദ്രം പദ്ധതിക്ക് തുടക്കമായി. 674 പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബ ആരോഗ്യ കേന്ദ്രങ്ങളായി മാറുകയാണ്. രാവിലെ മുതൽ വൈകിട്ട് 6 വരെ ചികിത്സ ലഭിക്കുന്നതിനായി 7 അധിക തസ്തികകൾ ഓരോ PHCയിലും സർക്കാർ അനുവദിക്കുകയാണ്. ആശുപത്രികളെ രോഗീ സൗഹൃദ കേന്ദ്രങ്ങളായി മാറ്റുകയാണ് നമ്മുടെ സർക്കാർ. ബാലുശ്ശേരി മണ്ഡലത്തിലെ 6 PHCകൾ കുടുംബ ആരോഗ്യ കേന്ദ്രമായി പ്രഖ്യാപിച്ചു. പനങ്ങാട്, എരമംഗലം, അത്തോളി, നടുവണ്ണൂർ, കോട്ടൂർ, കായണ്ണ എന്നീ PHCകളാണ് കുടുംബ ആരോഗ്യ കേന്ദ്രങ്ങളായി മാറുന്നത്. കോട്ടൂർ PHC കെട്ടിടത്തിനായി 2 കോടി രൂപയാണ് സർക്കാർ അനുവദിച്ചിട്ടുള്ളത്.
മനോഹരമായ ഈ കെട്ടിടത്തിന്റെ പ്രവൃത്തി ആരംഭിച്ചു കഴിഞ്ഞു. മണ്ഡലത്തിലെ നടുവണ്ണൂർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് 28 ലക്ഷം രൂപയും കായണ്ണ PHCക്ക് 46 ലക്ഷം രൂപയും ഭൗതിക സൗകര്യം മെച്ചപ്പെടുത്താൻ MLA അനുവദിക്കുകയുണ്ടായി. ബാലുശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ഈ സർക്കാർ വന്നതിന് ശേഷം 6 തസ്തികകളാണ് പുതുതായി സൃഷ്ടിച്ചത്. ഭൗതിക സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനായി 20 കോടി രൂപ കിഫ്ബി സഹായവും ലഭിക്കും. ജില്ലയിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയായി ബാലുശ്ശേരി താലൂക്ക് ആശുപത്രിയെ മാറ്റാനുള്ള പരിശ്രമത്തിലാണ് നമ്മുടെ സർക്കാർ. സംസ്ഥാനത്ത് 44 താലൂക്ക് ആശുപത്രികളിൽ ഡയാലിസിസ് സെന്റർ അനുവദിച്ചപ്പോൾ അതിൽ ഒന്ന് ബാലുശ്ശേരി കൂടി ഉൾപ്പെട്ടു എന്നതിൽ നമുക്ക് അഭിമാനിക്കാം. 87 ലക്ഷം സർക്കാർ സഹായവും 1,09 ലക്ഷം രൂപ പൊതുജനങ്ങളിൽ നിന്നുള്ള സമാഹരണവും ഈ സ്നേഹാർദ്രം ഡയാലിസിസ് സെന്ററിന് തുണയായി. പെയിൻ ആൻഡ് പാലിയേറ്റീവ് രംഗത്ത് മികച്ച പ്രവർത്തനങ്ങളാണ് ഓരോ പഞ്ചായത്തിലെയും ഓരോ സംഘടനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കോട്ടൂർ പഞ്ചായത്തിന് കെട്ടിടവും 4 പഞ്ചായത്തുകൾക്ക് ആംബുലൻസും അനുവദിക്കുകയുണ്ടായി. ഒൻപത് പഞ്ചായത്തുകൾ ഉൾക്കൊള്ളുന്ന ബാലുശ്ശേരി മണ്ഡലത്തിൽ 200 കോടി രൂപയുടെ പൊതുമരാമത്ത് പ്രവൃത്തികൾക്കാണ് ഈ സർക്കാർ തുടക്കം കുറിക്കുന്നത്. ബാലുശ്ശേരിയുടെ മുഖച്ഛായ മാറുന്ന വികസനമാണ് മണ്ഡലത്തിൻ്റെ ആസ്ഥാനമായ ബാലുശ്ശേരിയിൽ നടന്നുവരുന്നത്. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 3 കോടി രൂപ ചെലവഴിച്ചാണ് ആധുനിക രീതിയിലുള്ള ബാലുശ്ശേരി ബസ് സ്റ്റാൻഡ് പൂർത്തീകരിക്കുന്നത്. ബസ് സ്റ്റാൻഡ് പ്രവൃത്തി പൂർത്തീകരിക്കുന്നതോടെ അനുബന്ധമായി 3 കോടി രൂപയുടെ ബാലുശ്ശേരി അങ്ങാടി നവീകരണവും ആരംഭിക്കും. അനുദിനം പെരുകിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങൾ, ഗതാഗത കുരുക്കിൽപ്പെട്ട് വലയുന്ന യാത്രക്കാർ, ബാലുശ്ശേരി ബൈപ്പാസ് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാവുകയാണ്. 10 കോടി രൂപയാണ് ആദ്യഘട്ടമായി സർക്കാർ അനുവദിച്ചിട്ടുള്ളത്. ബൈപ്പാസ് സർവേ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. എല്ലാ സർക്കാർ ഓഫീസുകളും ഒരു കുടക്കീഴിൽ. ബാലുശ്ശേരി മിനി സിവിൽ സ്റ്റേഷൻ പറമ്പിൻ മുകളിൽ 1 ഏക്കർ 8 സെന്റ് ഭൂമിയിൽ നിർമ്മാണം ആരംഭിക്കുകയാണ്. 15 കോടി രൂപയാണ് സർക്കാർ ഇതിനായി അനുവദിച്ചിട്ടുള്ളത്. ബാലുശ്ശേരി മുക്കിലെ പൊട്ടിപ്പൊളിഞ്ഞ റോഡിന് ശാശ്വതമായ പരിഹാരം. ഡ്രൈനേജുകൾ പുതുക്കിപ്പണിത് ടൈൽ വിരിച്ചാണ് ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കിയത്. 300 കിലോമീറ്ററോളം പൊതുമരാമത്ത് റോഡുകളാണ് മണ്ഡലത്തിലുള്ളത്. ഇവ ഓരോന്നും ആധുനിക രീതിയിൽ നവീകരിച്ചു വരികയാണ്. ബാലുശ്ശേരി കുറുമ്പോയിൽ വയലട റോഡിന് 3.15 കോടി രൂപയുടെ നവീകരണ പ്രവൃത്തി ആരംഭിച്ചു കഴിഞ്ഞു. അറപ്പീടിക കണ്ണാടിപ്പൊയിൽ റോഡിന് 1.15 കോടി രൂപയുടെ നവീകരണം. ബാലുശ്ശേരി കൂട്ടാലിട റോഡിന് 7 കോടി രൂപയുടെ നവീകരണം. കൂട്ടാലിട അങ്ങാടിയും കൂട്ടാലിട നടുവണ്ണൂർ റോഡും 1ാം ഘട്ട പരിഷ്കരണം പൂർത്തിയായി കഴിഞ്ഞു. 3.45 കോടി രൂപയാണ് സർക്കാർ ഇതിനായി അനുവദിച്ചിരിക്കുന്നത്. 4.23 കോടി ലഭിച്ച കൂരാച്ചുണ്ട് കല്ലാനോട് 28ാം മൈൽ റോഡിന്റെ പ്രവൃത്തി പൂർത്തീകരിച്ചു കഴിഞ്ഞു. 5 കോടി രൂപ അനുവദിച്ച എഗരൂൽ കാപ്പിയിൽ പൂവമ്പായി റോഡിന്റെ പ്രവൃത്തി പുരോഗമിക്കുന്നു. 5 കോടി രൂപ അനുവദിച്ച മുളിയങ്ങൽ കായണ്ണ കൈതക്കൊല്ലി റോഡിന്റെ 1ാം ഘട്ടം നവീകരണ പ്രവൃത്തി അവസാന ഘട്ടത്തിലേക്ക്. വയലട മണിച്ചേരി ഇല്ലിപ്പിലായി കല്ലാനോട് റോഡിന് 20 കോടിയാണ് കിഫ്ബിയിലൂടെ ലഭിക്കുന്നത്. കോഴിക്കോട് നിന്നും കുറ്റ്യാടിയിലേക്ക് പോകുന്ന പുതിയങ്ങാടി ഉള്ളിയേരി കുറ്റ്യാടി റോഡിന് 89 കോടി 1ാം ഘട്ട പ്രവൃത്തിക്കായി ലഭിക്കും. പറമ്പത്തും അത്തോളിയിലുമുള്ള ഗതാഗത കുരുക്ക് ഇനി ഇല്ലാതാവും. വീതി കൂട്ടി 2 വരി പാതകളാണ് ഇതിലൂടെ കടന്നു പോവുക. നടുവണ്ണൂർ മന്നങ്കാവ് ഊരള്ളൂർ മുത്താമ്പി റോഡിന് 10 കോടി രൂപയും നടുവണ്ണൂർ കൂട്ടാലിട റോഡിന് 6 കോടി രൂപയും നവീകരിക്കുന്നതിനായി അനുവദിച്ചിട്ടുണ്ട്. നടുവണ്ണൂർ കാവുന്തറ റോഡിന്റെ 600 മീറ്റർ പ്രവൃത്തി പൂർത്തീകരിച്ചു വരുന്നു. എഗരൂൽ കക്കയം ഡാം സൈറ്റ് റോഡ് ഉൾപ്പെടെ 10ഓളം PWD റോഡുകൾ നവീകരിക്കുന്നതിന് സർക്കാർ പദ്ധതി തയ്യാറാക്കി കഴിഞ്ഞു. മരപ്പാലം പണി പൂർത്തിയായി കഴിഞ്ഞു. തൃക്കുറ്റിശ്ശേരി പാലം പ്രവൃത്തി അതിവേഗം പുരോഗമിക്കുന്നു.
ചിറ്റാരിക്കടവ് റെഗുലേറ്ററി കം ബ്രിഡ്ജിന്റെ പ്രവൃത്തി ദ്രുതഗതിയിൽ പൂർത്തിയായി വരുന്നു. 20 കോടിയാണ് നിർമ്മാണ ചെലവ്. പൂനൂർ പാലം നിർമ്മാണത്തിനും അങ്ങാടി നവീകരണത്തിനുമായി 10 കോടി രൂപയാണ് ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. പ്രവൃത്തി ആരംഭിക്കുന്നതിനുള്ള പ്രാരംഭ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. ഉള്ളൂർക്കടവ് പാലത്തിന്റെ ഭൂമി ഏറ്റെടുക്കൽ നടപടി ആരംഭിച്ചു. തോരായിക്കടവ് പാലത്തിന്റെ പ്രവൃത്തി ആരംഭിക്കാനുള്ള നടപടികൾ പുരോഗമിച്ചു വരുന്നു. കരുവാറ്റക്കടവ് പാലവും അയനിക്കാട് കോയമ്പറത്തുകണ്ടി പാലവും സർക്കാരിന്റെ അടിയന്തര പരിഗണനയിൽ. അയനിക്കാട് കോയമ്പറത്തുകണ്ടി പാലത്തിന് MLA 1 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ബാലുശ്ശേരി മണ്ഡലത്തിലെ 9 പഞ്ചായത്തുകളും 80ഓളം പ്രാദേശിക റോഡിലെ 10 കോടി രൂപയോളം MLA ഇതിനകം ചെലവഴിച്ചു കഴിഞ്ഞു. കേരളത്തിലെ മാതൃകാ പദ്ധതികളിൽ ഒന്നാണ് ഉള്ളിയേരി ഗ്രാമപഞ്ചായത്തിലെ കാരക്കുന്ന് മലമുകളിൽ 2.6 ഏക്കർ സ്ഥലത്ത് നിർമ്മിക്കുന്ന ഭൂഗർഭ ശ്മശാനം. 3.90 കോടി MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും ചെലവഴിച്ച് ഉള്ളിയേരിയിൽ നിർമ്മിക്കുന്ന ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഭൂഗർഭ ശ്മശാനമാണ് പ്രശാന്തി ഗാർഡൻസ് മോഡൽ ക്രെമറ്റോറിയം. 9 പഞ്ചായത്തുകൾക്കും ഉപകരിക്കുന്ന രീതിയിലാണ് ഈ ശ്മശാനം നിർമ്മിക്കുന്നത്. ശ്മശാനത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ AC മൊയ്തീൻ നിർവഹിച്ചു. ഈ നയന മനോഹര കാഴ്ചയാണ് വയലടയെ വിനോദസഞ്ചാരികളുടെ ഏറ്റവും പ്രിയപ്പെട്ട കേന്ദ്രങ്ങളിലൊന്നായി മാറ്റിയത്. ബാലുശ്ശേരി ടൂറിസം കോറിഡോറിന്റെ പ്രധാന ഡെസ്റ്റിനേഷനുകളിൽ ഒന്നാണ് വയലട റൂറൽ ഹിൽ ടൂറിസം പദ്ധതി. മലബാറിന്റെ ഗവി എന്നറിയപ്പെടുന്ന വയലടയുടെ മലയോര ദൃശ്യഭംഗി കാഴ്ചക്കാർക്ക് കണ്ണിന് കുളിർമയേകുന്നൊരു പുത്തൻ അനുഭവമായി മാറുകയാണ്. ശ്രീ പുരുഷൻ കടലുണ്ടി MLAയുടെ ആവശ്യാർത്ഥം 3.4 കോടിയുടെ അടിസ്ഥാന സൗകര്യ വികസനം ടൂറിസം വകുപ്പ് ഇവിടെ സാധ്യമാക്കുകയാണ്. ടൂറിസം പദ്ധതിയുടെ പ്രവൃത്തി ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ടൂറിസം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സർക്കാരിന്റെ ടൂറിസം വികസന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതായിരിക്കും വയലട ടൂറിസം പദ്ധതി. കൂരാച്ചുണ്ട്, കോട്ടൂർ, പനങ്ങാട് പഞ്ചായത്തുകളിലായി വ്യാപിച്ചു കിടക്കുന്ന നമ്പികുളം ഇക്കോ ടൂറിസം പദ്ധതിക്കായി 1.5 കോടി രൂപയാണ് സർക്കാർ അനുവദിച്ചിട്ടുള്ളത്. സാഹസിക യാത്രകൾ ഇഷ്ടപ്പെടുന്നവർക്കും വിനോദസഞ്ചാരികൾക്കും നമ്പികുളം കുരിശുപാറയ്ക്കടുത്ത് നിർമ്മിക്കുന്ന വാച്ച് ടവറിലൂടെയുള്ള മലയോര കാഴ്ചകളും ഏറെ കൗതുകകരമായിരിക്കും. 3.81 കോടി രൂപ ചെലവഴിച്ചാണ് കൂരാച്ചുണ്ട് പഞ്ചായത്തിലെ തോണിക്കടവ് ടൂറിസം പദ്ധതിക്ക് കേരള സർക്കാർ പുതുജീവൻ നൽകിയത്. കുറ്റ്യാടി ഇറിഗേഷൻ പദ്ധതിയുടെ ഡാം റിസർവോയറിന്റെ ഭാഗമായ കരിയാത്തൻപാറ ഉൾപ്പെടുന്ന ഈ മനോഹരമായ ടൂറിസം പദ്ധതി മലബാറിന്റെ ടൂറിസം വികസന രംഗത്ത് ഒരു പുതിയ അധ്യായം എഴുതിച്ചേർക്കും. ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ഡോക്ടർ തോമസ് ഐസക്കിന്റെ സന്ദർശനത്തോടെ കക്കയം ഹൈഡൽ ടൂറിസം പദ്ധതിക്ക് പുത്തനുണർവേകി. പദ്ധതിയുടെ വിപുലമായ വികസനത്തിനായി മാസ്റ്റർ പ്ലാൻ തയ്യാറായി വരുന്നു. ബാലുശ്ശേരി മണ്ഡലത്തിലെ ടൂറിസം വികസനത്തിനായി ബഹുമാനപ്പെട്ട MLAയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ ബാലുശ്ശേരി ടൂറിസം കോറിഡോറിന്റെ സമഗ്രമായ മാസ്റ്റർ പ്ലാൻ സർക്കാരിന്റെ പരിഗണനയിലാണ്. ചുരത്തോടും കോട്ടക്കുന്നും കണയങ്കോടും പുത്തഞ്ചേരിയുമെല്ലാം പൂർത്തിയാവുന്നതോടെ സഞ്ചാരികളുടെ ഏറ്റവും പ്രിയപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമായി ബാലുശ്ശേരി മാറുകയാണ്. മണ്ഡലത്തിൽ നടപ്പിലാക്കിയ നിറവ് പദ്ധതിയുടെ ഭാഗമായി കാർഷിക മേഖലയിൽ വലിയ മുന്നേറ്റമാണുണ്ടായത്. നെൽകൃഷി മെച്ചപ്പെടുത്തുന്നതിനായി നടുവണ്ണൂർ ഗ്രാമപഞ്ചായത്തിൽ 1 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച കുനിയിൽ താഴെ പാടശേഖരം തോട് ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി ശ്രീ VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. കേര കർഷകർക്ക് ആശ്വാസമായി ബാലുശ്ശേരി ഉണ്ണികുളം പഞ്ചായത്തുകളിൽ കേരഗ്രാമം പദ്ധതിക്ക് തുടക്കമായി. 2700 കർഷകർക്ക് 1 കോടി രൂപയുടെ സഹായമാണ് ഈ പദ്ധതിയിലൂടെ ലഭിക്കുക. ബാലുശ്ശേരിയിൽ ഈ പദ്ധതി ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി ശ്രീ VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ബാലുശ്ശേരി മണ്ഡലത്തിലെ പനങ്ങാട്, ബാലുശ്ശേരി, കോട്ടൂർ, നടുവണ്ണൂർ, ഉള്ളിയേരി പഞ്ചായത്തുകളിൽ ജീവജലമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന മഞ്ഞപ്പുഴ, രാമൻപുഴ എന്നിവ സംരക്ഷിക്കുന്നതിനായി
പദ്ധതികൾ തയ്യാറാക്കി വരുന്നു. പനങ്ങാട് പഞ്ചായത്തിൽ ആദ്യഘട്ട പ്രവൃത്തിക്കായി 2 കോടി രൂപ സർക്കാർ അനുവദിച്ചു കഴിഞ്ഞു. കലാകായിക രംഗത്ത് സർക്കാർ നൽകി വരുന്ന വലിയ പിന്തുണ ബാലുശ്ശേരിയിലും പ്രകടമായി. വോളിബോളിൻ്റെ ഈറ്റില്ലമായ നടുവണ്ണൂരിൽ വോളിബോൾ അക്കാദമി ഉയരുകയാണ്. നടുവണ്ണൂരിലെ കാവുന്തറയിൽ നിർമ്മിക്കുന്ന മനോഹരമായ കെട്ടിട സമുച്ചയത്തിനും ഗ്രൗണ്ടിനുമായി 10 കോടി രൂപയാണ് കിഫ്ബിയിൽ നിന്നും അനുവദിച്ചിരിക്കുന്നത്. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 1,30,00,000 രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ പ്രവൃത്തി ബാലുശ്ശേരിയിൽ പൂർത്തീകരിച്ചു വരുന്നു. കിനാലൂരിലെ ഉഷ സ്കൂളിൻ്റെ ആധുനികവൽക്കരണത്തിനായി 1 കോടി രൂപയാണ് സർക്കാർ അനുവദിച്ചിട്ടുള്ളത്. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവി NN കക്കാടിന് അദ്ദേഹത്തിൻ്റെ ജന്മനാടായ കോട്ടൂരിൽ ഒരു സ്മാരകം ഉയരുകയാണ്. 1.5 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന കെട്ടിടത്തിൻ്റെ ആദ്യഘട്ട പ്രവൃത്തിക്കായി 75 ലക്ഷം രൂപ ലഭിച്ചു കഴിഞ്ഞു. കായണ്ണയുടെ വികസന സ്വപ്നങ്ങൾക്ക് നിറക്കൂട്ട് ചാർത്തിയ സ്വപ്നനഗരി 35 ലക്ഷം രൂപ ചെലവഴിച്ചാണ് യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത്. കാവുന്തറയിൽ ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിനായി 11 ലക്ഷം രൂപ അനുവദിച്ചു കഴിഞ്ഞു. മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിരവധി സാംസ്കാരിക കേന്ദ്രങ്ങളും വായനശാലകളുമാണ് MLAയുടെ സാമ്പത്തിക സഹായത്താൽ ഇതിനകം നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ളത്. ഗ്രാമോദയ കലാകായിക സാംസ്കാരിക വേദി ആലോറച്ചാലിൽ, വിജിൽ ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം ഉണ്ണികുളം, അത്തോളി ദേശീയ ഗ്രന്ഥാലയം, അത്തോളി ഗ്രാമീണ വായനശാല, മുഹമ്മദ് അബ്ദുറഹിമാൻ വായനശാല, കരുമല ഗ്രാമോദയ വായനശാല, ബോൾഗ ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം, തലയാട് പബ്ലിക് ലൈബ്രറി, ടാഗോർ ലൈബ്രറി, പനായ് ഗ്രാമോദയ ലൈബ്രറി എന്നിവ അവയിൽ ചിലത് മാത്രം. വിദ്യുച്ഛക്തി മേഖലയിൽ വലിയ മുന്നേറ്റമാണ് ബാലുശ്ശേരിയിൽ ഉണ്ടായത്. കിനാലൂർ വ്യവസായ കേന്ദ്രത്തിലെ 110 kV സബ്സ്റ്റേഷൻ ബഹുമാനപ്പെട്ട വൈദ്യുതി വകുപ്പ് മന്ത്രി ശ്രീ MM മണി ഉദ്ഘാടനം ചെയ്തു. 3 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള കക്കയം ചെറുവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണം അതിവേഗതയിലാണ് പൂർത്തീകരിച്ചത്. 30 കോടി രൂപ ചെലവഴിച്ച് പൂർത്തിയാക്കിയ ഈ പദ്ധതി ബഹുമാനപ്പെട്ട വൈദ്യുതി വകുപ്പ് മന്ത്രി ശ്രീ MM മണി ഉദ്ഘാടനം ചെയ്തു. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 75 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ബാലുശ്ശേരി മണ്ഡലത്തെ സമ്പൂർണ്ണ വൈദ്യുതീകരിച്ച മണ്ഡലമാക്കി മാറ്റിയത്. മണ്ഡലത്തിലാകെ വെളിച്ച വിപ്ലവത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് 37 കവലകളിൽ ഹൈമാസ്റ്റ് വിളക്കുകൾ സ്ഥാപിച്ചു. മലബാറിലെ പ്രധാന ശുദ്ധജല മത്സ്യക്കുഞ്ഞ് വിത്തുൽപാദന കേന്ദ്രമായി കല്ലാനോട് ഫിഷ് ഹാച്ചറി മാറിക്കഴിഞ്ഞു. ഹാച്ചറിയുടെ നവീകരണത്തിനായി 4.10 കോടി രൂപയുടെ പ്രവൃത്തി പൂർത്തീകരിച്ചു കഴിഞ്ഞു. ബഹുമാനപ്പെട്ട ഫിഷറീസ് വകുപ്പ് മന്ത്രി ശ്രീമതി J. മേഴ്സിക്കുട്ടിയമ്മ ഹാച്ചറിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ബഹുമാനപ്പെട്ട MLAയുടെ നിർദ്ദേശപ്രകാരം കല്ലാനോട് ഫിഷ് ഹാച്ചറിയുടെ വിപുലമായ വികസനത്തിനായി 11 കോടിയുടെ പദ്ധതി സർക്കാരിന് സമർപ്പിച്ചു കഴിഞ്ഞു. അലങ്കാര മത്സ്യകൃഷി ഉൾപ്പെടെ ടൂറിസം സാധ്യതകൾ കൂടി ഉൾപ്പെടുത്തിയാണ് ഈ പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത്. സമഗ്ര വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഓരോ പഞ്ചായത്തിലെയും കോളനികൾ നവീകരിച്ചു വരികയാണ്. കോട്ടൂരിലെ ഹാംലൈറ്റ് മാതൃക കോളനി വികസന പരിപാടി ഉണ്ണികുളം പഞ്ചായത്തിൽ അംബേദ്കർ സ്വാശ്രയ ഗ്രാമപദ്ധതി പ്രകാരം 1 കോടി രൂപയുടെ വികസനമാണ് കരിങ്കാളിമ്മൽ പട്ടികജാതി കോളനിയിൽ നടന്നുവരുന്നത്. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നിരവധി പദ്ധതികൾക്കാണ് തുടക്കം കുറിച്ചത്. നിരവധി പ്രശ്നങ്ങൾക്കാണ് പരിഹാരമുണ്ടാക്കിയത്. കൂരാച്ചുണ്ട്, കാന്തലാട്, ചക്കിട്ടപ്പാറ വില്ലേജുകളിൽ നികുതി സ്വീകരിക്കാതിരുന്ന നിരവധി കർഷകരുടെ ജീവിത പ്രശ്നത്തിനും പരിഹാരമായി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിലാണ് പരിഹാരമായത്. ബാലുശ്ശേരി പഞ്ചായത്തിലെ 2, 16, 17 വാർഡുകളിലെ ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ വിപുലീകരണത്തിന് 3 കോടി രൂപ സർക്കാർ അനുവദിച്ചു. കരിയാത്തൻപാറ കുടിവെള്ള പദ്ധതിയും പൂർത്തീകരണത്തിലേക്ക്. കേരളത്തിലാകെ ഭീതി പടർത്തിയ നിപ വൈറസിനെ നിരവധി മികച്ച പ്രതിരോധ പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞു. MLA വിളിച്ചുകൂട്ടിയ നിരവധി യോഗങ്ങളും ബോധവൽക്കരണ പരിപാടികളും ഇതിനേറെ സഹായകരമായി. മഹാപ്രളയത്തിൻ്റെ അലയൊലികൾ ബാലുശ്ശേരിയിലുമുണ്ടായിരുന്നു.
പ്രളയത്തിൽ അകപ്പെട്ടു പോയവരെ സഹായിക്കാനും കൂടെ നിൽക്കാനും നമുക്ക് സാധിച്ചു. സമാനതകളില്ലാത്ത വികസന മുന്നേറ്റമാണ് നാടാകെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ വികസന മുന്നേറ്റങ്ങൾക്ക് ഊർജം പകരുന്നവരായിരിക്കണം ഇനി വരാൻ പോകുന്ന പാർലമെന്റ് അംഗവും. കഴിഞ്ഞ വർഷങ്ങളായിട്ട് നമ്മളെ ബോധ്യപ്പെടുത്തി, ഞങ്ങൾ കോഴിക്കോട്ടുകാരെ ബോധ്യപ്പെടുത്തി തന്നൊരു കാര്യമുണ്ട്. ഒരു ജനപ്രതിനിധി, ഒരു MLA, അയാൾ ഭരണകക്ഷിയുടെ ഭാഗമാവട്ടെ പ്രതിപക്ഷത്തിൻ്റെ ഭാഗമായിരിക്കുമ്പോഴും എന്തെല്ലാം ചെയ്യാൻ കഴിയും എന്നതിൻ്റെ മാക്സിമം ചെയ്ത് കഴിവ് തെളിയിച്ച ആളാണ്. ഈ കഴിവ് എന്നതിൻ്റെ ഒപ്പം ഞാൻ പറയുക, പ്രദീപുമായി ചേർത്ത് പറയുമ്പോൾ ഉൾക്കാഴ്ചയുള്ള ജനപ്രതിനിധിയാണ്. അയാൾക്കൊരു ദർശനമുണ്ട്. അയാൾ മണ്ണിൽ ചവിട്ടി നിന്നുകൊണ്ടാണ് നടപ്പിലാക്കുന്നത്. മണ്ഡലത്തിൻ്റെ വികസന പദ്ധതികളിൽ ഇതുവരെ നമുക്ക് ലഭിക്കാതെ പോയ ഉൾക്കാഴ്ചയും പരിചയസമ്പത്തുള്ള നമ്മുടെ തോളോടു ചേർന്ന് നിൽക്കാൻ കഴിയുന്ന ഒരു MP-യെ നമുക്ക് തിരഞ്ഞെടുക്കാം. സഖാവ് A. പ്രദീപ് കുമാറിനെ ചുറ്റിക അരിവാൾ നക്ഷത്രം അടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക. കരൽ പകുത്തിയിടുന്ന ജനതയുണ്ടേ, കനിവും കിനാവും ഉൾക്കാമ്പിലുണ്ടേ. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവമെന്ന് ആകതാരിലോതും ഗുരുക്കളുണ്ടേ. സിരകളിൽ മുഷ്ടിയിൽ ചിരബന്ധുരം